എല്ലാവർക്കും ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് അല്പം ജീരകവും കടുകും ഇട്ട് കൊടുത്ത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സവാള നല്ല രീതിയിലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ചെറു തീയിലിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മസാല മൂപ്പിക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലെ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2-3 മിനിറ്റ് ചെറു തീയിലിട്ട് നമുക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മസാലയുടെ ആ പച്ചമണമെല്ലാം മാറി വേറൊരു രീതിയിലൊരു കളറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അല്പം തൈര് ചേർക്കാവുന്നതാണ്. തൈര് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഏകദേശം 1-2 മിനിറ്റ് സമയം തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാല നമുക്ക് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനൊരു കുറുകി എടുക്കുന്ന ഒരു രീതിയിലേക്ക് എടുക്കുന്നതുകൊണ്ട് ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഈ കറിയിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കുട്ടി ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ബേബി പൊട്ടാറ്റോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അത് വേവിച്ച് വെച്ചിരുന്നു. ഒരു 2 വിസിൽ ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഞാൻ 250 ഗ്രാമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് സമയത്തിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഇല്ലാത്തവർക്ക് നമ്മുടെ മല്ലിയിലയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിവിടെ ചപ്പാത്തിക്കൊപ്പമാണ് ഇത് കഴിക്കാൻ വേണ്ടി രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പുതിയ റെസിപ്പിയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു ആൾ.